എടി, ഞാൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന ആളാ. അവൻ കല്യാണം കഴിക്കാതെ ബാച്ചിലറായി നിൽക്കാനുള്ള അവന്റെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. ആണോ? ആ മനസ്സിനെ ഞാനും മാനിക്കുന്നു. ആ, നരൻ കല്യാണം കഴിക്കാതെ നിന്ന് പോയാലേ ഈ സ്വത്തും കൂടി വെട്ടി വിഴുങ്ങാന്നുള്ള മനപ്പായസാണല്ലോ അതിന് പിന്നില്. അയ്യോ. തൽക്കാലം അതിനുള്ള വെള്ളം അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ. സുജയയും IT ഫീൽഡിലാ, ഇപ്പൊ ടെക്നോ പാർക്കിലാ ജോലി ചെയ്യുന്നത്. നരയം വന്നല്ലോ. മോനെ ഒന്നിരിക്കേ. എന്താ ഇതൊക്കെ? മോനെ, ഇവര് നിനക്കൊരു ആലോചനയായിട്ട് വന്നതാ. ഇവരുടെ മകളാ കുട്ടി. കുട്ടിയുടെ പേര് മുത്തശ്ശ, സോറി, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. വന്ന ഉടനെ വെട്ടിമുറിച്ചിങ്ങനെ പറയുന്നത് എന്താന്ന് വിചാരിക്കരുത്. കാര്യങ്ങൾ വലിച്ചു നീട്ടാതിരിക്കാൻ ആദ്യമേ പറഞ്ഞു എന്നേ ഉള്ളൂ. ദേ, നിങ്ങളുടെ മകളെന്നല്ല, ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. മോനെ നരൻ. മുത്തശ്ശിക്ക് അറിയാവുന്നല്ലേ കാര്യങ്ങളല്ല. പിന്നെന്താ ഇങ്ങനെയൊക്കെ? പെണ്ണ് കാണാൻ വിളിച്ചാൽ ഞാൻ വരില്ല എന്നറിയാവുന്നതായിരിക്കും ഇമ്മാരി ഡ്രാമ അല്ലേ? സോറി, നിങ്ങൾ വേറെ ഏതെങ്കിലും പയ്യനെ കണ്ടിട്ട് മകളുടെ കല്യാണം നടത്തും. സോറി, അവനെന്തോ ടെൻഷനിലായിരുന്നു തോന്നുന്നു. എന്ത് ടെൻഷൻ? ഈ സീൻ ഇവിടെ സ്ഥിരമുള്ളതാ. പിന്നെ തുടർച്ചയായിട്ട് അഭിനയിച്ചിട്ടും ഇവർക്ക് യാതൊരു ബോറടിയില്ലെന്നുള്ളതാ. ശിവരാജ, ഞാനൊരു സത്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കൊച്ചുമകൻ കല്യാണം കഴിക്കണമെന്നും അവനൊരു ജീവിതം ഉണ്ടായി കാണണമെന്നും ഒരു മുത്തശ്ശിക്കുണ്ടായ കൊതി കൊണ്ടാ നിങ്ങൾക്ക് ഈ അപമാനം. ക്ഷമിക്കണം. അതൊരു തട്ടിപ്പ് കോളായിരുന്നു. OTP ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്നും പറഞ്ഞ് TV-യിലും പത്രത്തിലും റേഡിയോയിലും സോഷ്യൽ മീഡിയയിലും എത്രയാ പരസ്യം കൊടുക്കുന്നത്? എന്നാലും ആൾക്കാർക്ക് ബോധമില്ല. അപ്പൊ പണം പോയോ സാർ? പോയി. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? സാരല്ല, ഐ എം ഓക്കെ. എന്നാ ഞാൻ ഓക്കെ അല്ല. സ്വപ്നം കണ്ടു കിടക്കാനേ ഇത് പാർക്കും ബീച്ചൊന്നും അല്ല. മര്യാദക്ക് നടന്നോണോ ഈ ഗേറ്റിനകത്ത്. സിഗ്നലിലല്ലാതെ വണ്ടി ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടി, നിന്നേക്കാൾ വിലയുണ്ട് ഈ വണ്ടിക്ക്, അറിയോ? സോ ബെറ്റർ വാച്ച് യുവർസെൽഫ്. ആകാശത്ത് നോക്കിയിട്ടോ ഓരോ നടക്കുന്നത്. മനുഷ്യനെ ഏറ്റവും കൂടി ഇറിറ്റേറ്റ് ചെയ്യാം. മോക്ക് വിശക്കുന്നില്ലേ? ഇല്ല.
അല്ലെങ്കിലും അവൾക്കൊരിക്കലും വിശക്കില്ലല്ലോ. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണ്ടേ അമ്മേ? അതിനിത് എവിടെന്നാ വാങ്ങിക്കേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. വിനീതും കാവേരിയും പോയിട്ടാണെ കാണൂല. ക്യാൻറ്റീൻ ഉണ്ടാവും അമ്മേ. അവര് വരുന്നതിന് മുമ്പ് ഓർഡർ ചെയ്യുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഊണൊക്കെ തീർന്നു പോയെന്നിരിക്കും. കൊച്ചിന് എന്തൊക്കെയാ കഴിക്കാൻ കൊടുക്കുക? ഒന്നും അറിയില്ലല്ലോ. ആ നേഴ്സിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. കാവേരി, എടി നീ എവിടെ ആയിരുന്നു? ആ നേഴ്സ് വന്ന് പണം അടച്ചോന്ന് അന്വേഷിച്ചു. ആണോ? ഞാൻ പോയി കണ്ടിട്ട് വരാം. നിക്ക്. എന്താ ഗംഗേച്ചി? എന്താടി നീ ഇങ്ങനെ? കണ്ട പ്രേതത്തെ പോലുണ്ടല്ലോ. ഡോക്ടർ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അവള് വല്ലാണ്ടിരിക്കുന്നത്. ഡോക്ടറോ? ഡോക്ടർ എന്ത് പറയാനാ? കൊച്ചിനെ ഇവിടെ കിടത്തിയതല്ലാതെ അവര് വേറൊന്നും ചെയ്തിട്ടില്ല. ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിലേ പണം അടയ്ക്കണമെന്നാ നേഴ്സ് പറയുന്നത്. നീ പണം അടച്ചില്ലേ? ഇല്ല ഗംഗേച്ചി, ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റിയില്ല. പറ്റിയില്ലെന്നോ? അതെന്താ? ചെക്ക് മാറി അക്കൗണ്ടിൽ വന്നില്ലേ? വന്നു. അതിന്റെ മെസ്സേജ് വന്നതാണല്ലോ ഫോണില്. വിനീതേട്ടൻ എനിക്ക് കാണിച്ചു തന്നല്ലോ. അത് മെസ്സേജ് വന്നു ചേച്ചി, പക്ഷെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. അതെന്താ? ബാങ്കിന്റെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം. വൈകാതെ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. വിനീതേട്ടൻ എവിടെ? വിനീതേട്ടൻ ബാങ്കിൽ തന്നെ ഇരിക്കുക ഗംഗേച്ചി. പണം വന്നാൽ ഉടനെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോ പോയി ടെസ്റ്റിനൊക്കെയുള്ള പണം എടുത്തിട്ട് വരാൻ ചേച്ചി. ഓപ്പറേഷനൊക്കെയുള്ള വലിയ തുകയെല്ലാം അത് പിന്നെ അടച്ചാൽ മതിയല്ലോ. ശരി. മോക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞേ? ഒന്നും വേണ്ട അമ്മ. അമ്മേ, ഞാനിപ്പോ വരാം. നമുക്കേ ജ്യൂസ് എന്തെങ്കിലും വാങ്ങി കുടിക്കാട്ടോ. കാവേരി, എന്താടി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം ഗംഗേച്ചി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അതാ നിളമോളുടെ ഓപ്പറേഷൻ തീയതി അടുത്തില്ലേ, എന്തോ പോലെ ചേച്ചി, അതാ. എടി സാരമില്ല, ധൈര്യമായിട്ടിരിക്കെ. പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഭഗവാനുണ്ട് കൂടെ. ചേച്ചി റൂമിലേക്ക് പൊയ്ക്കോ, ഞാനിപ്പോൾ വന്നോളാം. പൊയ്ക്കോ ചേച്ചി, ഞാൻ അങ്ങോട്ട് വന്നോളാം.
എടാ വിനീതേ, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ നീ? ഇല്ല ഗീതേച്ചി, ഞാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടല്ലോ. എടാ നിനക്കിരിക്കാൻ ഇരിക്കൊന്നും വേണ്ട ചേച്ചി, ഞാനൊരല്പം തിരക്കില്ല. ദാസേട്ടൻ എവിടെ? ഹോസ്പിറ്റലിലാ. സ്വർണ്ണമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഡിസ്ചാർജ് ആയിട്ടില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നു എന്നറിഞ്ഞു, ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒഴിവില്ലടാ. നീ ഇപ്പൊ കണ്ടില്ലേ, ദാസേട്ടൻ ഹോസ്പിറ്റലായിരിക്കുന്ന സമയം മുഴുവൻ ഇവിടെ നോക്കുന്ന ഞാനാ. ഗീതേച്ചി, ഞാൻ വന്നത് കുറച്ച് കാശിന്റെ ആവശ്യത്തിനാ ഗീതേച്ചി. എടാ, ജയപാലന്റെ അടുത്തുനിന്ന് 50 ലക്ഷം രൂപ ചെക്കും വാങ്ങിച്ചാ നിങ്ങൾ പുഷ്പവാടിന്ന് പോയതെന്നാണല്ലോ അമ്മ പറഞ്ഞത്. അതിന്റെ കൂടെ കുറച്ചുകൂടെ കാശ് കിട്ടിയാ കൈക്കോ ഗീതേ? ദാസേട്ടനോ? ദാസേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ വന്നു? അഡ്മിറ്റ് ആയിരിക്കുന്നതേ ഞാനല്ല, അമ്മയാ. നീ ആ കൗണ്ടറിൽ നിന്ന് ഇറങ്ങിയടി. പണപ്പെട്ടിയിലടുത്ത് നീ ഇരുന്ന ശരിയാവില്ല. നീ അങ്ങോട്ടൊന്ന് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യടി. സ്റ്റാഫ് കുറവാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ പോട്ടെ ദാസേട്ടാ, ഇതൊരു വന്നപ്പോ കയറിയെന്നേ ഉള്ളൂ. അളിയനൊന്നും നിന്നേ. നീ വന്നത് പണത്തിന്റെ ആവശ്യത്തിനാണല്ലേ? അത് ദാസേട്ടാ, ഞാൻ തുറന്നു പറഞ്ഞോ വിനീതേ. അത് ദാസേട്ടാ, സത്യം പറഞ്ഞ കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അത് നീ എന്നോട് ചോദിക്കാൻ മടിക്കണോ വിനീതേ? നീ എന്റെ അളിയനല്ലേ? എനിക്കൊരാവശ്യം വന്നാൽ നീയും, നിനക്കൊരാവശ്യം വന്നാൽ ഞാനും സഹായിക്കേണ്ടതല്ലേ? ദാസേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എത്രയാ നിനക്ക് വേണ്ടേ? ഒരു 10 ലക്ഷം. 10 ലക്ഷം കടമായിട്ട് മതി. പലിശ അടക്കം എത്രയും വേഗം തിരിച്ചെന്നേക്കാം. ഒരത്യാവശ്യം ആയോണ്ടാ. അത്രയൊന്നും എടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ലടാ. പിന്നെ ദാസേട്ടനിൽ എത്ര ഉണ്ടാവും? എത്രയായാലും എനിക്കിപ്പോൾ വലിയ സഹായമാവും ദാസേട്ടാ. എന്നാ ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാം വിനീതേ. എന്റെ കയ്യിൽ നിന്ന് നിനക്കേ 10ന്റെ പൈസ കിട്ടില്ല വിനീതേ. എടാ, നിനക്ക് കാശിന്റെ ആവശ്യമുണ്ടോ എന്ന് നിന്നോട് ചോദിച്ച് പറയിപ്പിച്ചിട്ട് ഇല്ലാന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ നിനക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് കേൾക്കുന്നതും അത് കയ്യിൽ വെച്ചോണ്ട് ഇല്ലാന്ന് പറയുന്നതും എനിക്കൊരു സുഖാടാ. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്റെ മുന്നിൽ കൈ നീട്ടി നിന്നിട്ടുണ്ട്. അന്നെന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച ഈ കൈ ഇന്നെന്റെ മുന്നിൽ നീട്ടാനിടയായെങ്കിൽ അത് ദൈവം ഒരാളുള്ളതുകൊണ്ട് മാത്രോടാ. വിനീതേ, ഇനി നീ പൊയ്ക്കോ, പോടാ. $10 ലക്ഷം അവന്റെ അച്ഛൻ കൊണ്ട് വച്ചിരിക്കുന്നു ഇവിടെ. ഇപ്പൊ കൊടുക്കാൻ ഞാൻ. വിനീതേ, എന്താണ് നിനക്ക് പണത്തിന് ഇത്ര ആവശ്യം? നമ്മളുടെ അസുഖത്തിന്റെ കാര്യം ചേച്ചി അറിഞ്ഞല്ലേ? അറിഞ്ഞു. നിലയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നത്? ചേച്ചി അറിഞ്ഞതുപോലെ ജയപാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷത്തിന്റെ ചെക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരുമ്പോ ഞങ്ങൾക്കൊരു ഉറപ്പായിട്ട് അതോടെ ഒന്ന് മാറുകയും ചെയ്തു. പക്ഷേ ആ പണം കയ്യിൽ നിന്ന് പോയ ഗീതേച്ചി. പോയിന്നോ? എങ്ങനെ? ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഗീതേച്ചി. നിളയെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗീതേച്ചി. ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഗീതേച്ചി. നിളയെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗീതേച്ചി.
വിതച്ച് പോക്കോ. ഞാൻ കാരണം ഒരു കുടുംബം കൂടെ തകരണ്ട. പൊക്കോ ഗതേച്ചി, ചെല്ല. ഭഗവാനെ, കാവേരിയെ എനിക്കൊരു ഒറ്റ തവണ നീ കാണിച്ചു തരണേ. അവളോട് എനിക്ക് എല്ലാം തുറന്നു പറയാനുള്ളൊരു അവസരം നീ ഉണ്ടാക്കി തന്നാ മതി. ആ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിയ അവൾ എനിക്ക് സ്വന്തമാകുന്നുള്ളത് ഉറപ്പാ. നടന്നു വലഞ്ഞു ഭഗവാനെ. വിനീതിനെ ഇവിടെ അടുത്തു വെച്ച് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ പരിസരത്ത് തന്നെ ഞാൻ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കാവേരി ഒന്ന് കാണിച്ചതാ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ. ഭഗവാനെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെയാ ഞാൻ ഈ തിരുമുന്നിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് മുന്നിൽ ഒരു വഴി തെളിയുന്നില്ല. നിളമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഓപ്പറേഷന് പണം അടയ്ക്കണം. ജയപാലിനോട് എത്ര വഴക്കിട്ട് വാങ്ങിച്ചെടുത്ത പണം അത് മുഴുവനും കയ്യിൽ നിന്ന് പോയി ഭഗവാനെ. അത്രയും പണം ഇനി എങ്ങനെ ഉണ്ടാക്കണം എന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊരു വഴി കാട്ടിത്തരണേ ഭഗവാനെ.
ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ നോക്കിയപ്പോഴും മനസ്സിലായത് 50 ലക്ഷം രൂപ പോയത്. നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാവേ. ദാ കണ്ണ് തുറന്നു നോക്ക്. നിവിൻ ജീവിച്ചിരുന്നാലല്ലേ അവൻ കാവേരി കല്യാണം കഴിക്കത്തുള്ളൂ.